ഹായ് പിജൻ സ്റ്റോറിയിലെ എല്ലാ വ്യൂവേഴ്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ അരവിന്ദേട്ടൻ്റെ ലോഫ്റ്റ് വെച്ചിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം റിവ്യൂ ചെയ്യാൻ പോവാണ്, അൺബോക്സ് ചെയ്യാൻ പോവാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ വഴിക്കടവുള്ള നമ്മുടെ പ്രിയപ്പെട്ട ജോസേട്ടൻ നിർമ്മിക്കുന്ന ഗ്രിറ്റാണ്. ഹെൽത്തി ഗ്രിറ്റ് എന്നാണ് ഈ ഗ്രിറ്റിൻ്റെ പേര്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, ഇത് ബേർഡിനെല്ലാം കൊടുത്ത് ഒന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? അതായത് ഇതില് പൊടി എന്ന് പറയുന്ന സാധനം കാണുന്നില്ല അല്ലേ ചേട്ടാ? ഇല്ല, പൊടിയില്ല. ഫുള്ള് പീസുകളായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വീടുകൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല ക്വാളിറ്റി. ഇത് കയ്യിലിടുമ്പോൾ തന്നെ കയ്യിൽ പോലും പൊടിയില്ല. അപ്പം അത്രയും പൊടിയില്ലാത്ത രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് നമുക്ക് ജോസേട്ടന് നല്ലൊരു കയ്യടി കൊടുക്കാം. എക്സ്പീരിയൻസും അദ്ദേഹത്തിന്റെ എത്രയും കാലത്തെ ഇതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി തന്നെയാണ്. അരവിന്ദേട്ടൻ ഇത് എത്രയായി ജോസേട്ടന്റെ ഗ്രിറ്റ് കൊടുക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾ? കുറച്ചായില്ലേ? ഓക്കെ. അത് ബേഡുകൾ നല്ല രീതിയിൽ അത് ഓക്കെ. അപ്പൊ നമുക്കിതൊന്ന് ജസ്റ്റ് ബേഡുകൾക്കൊന്ന് കൊടുത്തു നോക്കാം. നല്ല കൊതിയോടെ ആസ്വദിച്ചാണ് ജോസേട്ടൻ്റെ ഗ്രിറ്റ് ഈ മുദീന ബേഡുകളൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ജോസേട്ടൻ്റെ ഈ ഗ്രിറ്റ് നല്ല രീതിയിലാണ് ബേഡുകൾ കഴിക്കുന്നത്. അപ്പോൾ ആവശ്യക്കാരൊക്കെ ജോസേട്ടനെ ബന്ധപ്പെട്ടിട്ട് ഈ ഗ്രിറ്റ് ഓർഡർ ചെയ്യുക. നല്ല ക്വാളിറ്റി ഗ്രിറ്റാണ്. അതായത് ആദ്യമൊന്നും ഇത്ര ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. കാരണം ക്വാളിറ്റിയല്ല, അതായത് അതിൽ പൊടിയൊക്കെ ജസ്റ്റ് കുറച്ച് കൂടുതലായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ മൂപ്പർ അത്രയും ശ്രദ്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസും ബേർഡ് വളർത്തലുള്ള എക്സ്പീരിയൻസ് എല്ലാം കൂട്ടി നല്ല രീതിയിലാണ് അദ്ദേഹം ഈ ഗ്രിറ്റ് നിർമ്മിക്കുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്കിതിന് ഈ ഗ്രിറ്റ് നമുക്ക് ഓർഡർ ചെയ്ത് മേടിക്കാം. കൊടുക്കുന്ന ക്യാഷിന് നല്ല വാല്യുബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ജോസേട്ടൻ നമുക്ക് തരുന്നത്. അപ്പോൾ ജോസേട്ടനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൊറിയറായിട്ട് ഈ ഗ്രിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തരും.